മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി അലീനയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. രാത്രിയിൽ വൈജയന്തിയുടെയും അലീനയുടെയും നിലവിളി കേട്ട് ഔതക്കുട്ടിച്ചായനടക്കം എല്ലാവരും ഓടി വന്നു. രേവതിക്കുട്ടി അവരെ എല്ലാവരെയും തിരിച്ചയച്ചു. കുളത്തൂപ്പുഴയിലേക്ക് പോയ അലീന സ്റ്റാൻലിയോട് സമ്മതം ചോദിച്ച് തിരികെ സ്നേഹനികേതനിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് സ്റ്റാൻലി അവളെ തിരികെ അയക്കുകയാണ്. പപ്പ, ഞാനൊരു കാര്യം ചോദിച്ചാ പപ്പ ദേഷ്യപ്പെടുമോ? ദേഷ്യപ്പെടും, സ്റ്റാൻലി ഗൗരവത്തിൽ പറഞ്ഞു. അതിന് ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ പപ്പ. മുഖവര കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദേഷ്യപ്പെടേണ്ട കാര്യമായിരിക്കുമെന്ന്. ദേഷ്യപ്പെടല്ലേ പപ്പ, അലീന കെഞ്ചി. പപ്പ സമ്മതം തരികയും വേണം. നീ കാര്യം പറ അലീന. അമ്മയും കൂട്ടി ഞാൻ ആഗ്രയിലൊന്ന് പോയിക്കോട്ടെ? സ്റ്റാൻലി ആശ്ചര്യസ്തബ്ധനായി. ആഗ്ര, വൈജയന്തി, അലീന, താൻ, ഇവ തമ്മിൽ കൂടിക്കുഴഞ്ഞ് സ്വപ്ന സദൃശമായ ഒരു വികാരം ഹൃദയത്തിൽ വന്ന് അലതരുന്നത് അയാളെ വികാരാധീനനാക്കി. അത് മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗൗരവം വിടാതെ അയാൾ ചോദിച്ചു, ആഗ്രയിൽ എന്താ വിശേഷം? എന്റെ ഒരു കൊതിയ പപ്പായെ, എനിക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് കാണണം. താജ്മഹൽ കാണാനാണോ? അതൊന്നുമല്ല, വേറെ ചില സ്ഥലങ്ങളാ. അലീനയുടെ കണ്ണിൽ ഒരു കള്ളനോട്ടത്തിന്റെ മലരി വിരിഞ്ഞു. ഒരു കുസൃതി ചിരിയും ഉണ്ടായി. ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് സ്റ്റാൻലിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വ്യവച്ഛേദി അറിയാനും വയ്യാത്തൊരു വികാരം അയാളെ തടഞ്ഞു. ഒടുവിൽ അലീന തന്നെ പറഞ്ഞു, എനിക്ക് പപ്പയുടെയും അമ്മയുടെയും കൂടെ ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ. എനിക്കിനി ആ സ്ഥലങ്ങളൊക്കെ കാണാനല്ലേ പറ്റൂ. പപ്പയും അമ്മയും കണ്ടുമുട്ടിയ സ്ഥലം, അമ്മ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ്, അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂൾ, പിന്നെ എന്നെ ഗർഭിണിയായിരിക്കുമ്പം പപ്പയും അമ്മയും കൂടി ഒന്നിച്ച് താമസിച്ചിരുന്ന വീട്. അവളുടെ ചേതോവികാരങ്ങൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി പോകാനോ? പപ്പ സമ്മതിച്ചാൽ മാത്രം മതി. വൈജയന്തിയോട് നീ പറഞ്ഞോ? ഇല്ല പപ്പ, പറയണം. സ്റ്റാൻലി അല്പസമയം ചിന്താധീനനായി നിന്നു. അവൾക്ക് നിന്നോടിപ്പോ സ്നേഹമാണോ? അലീന മേശയിൽ നഖം കോറി മുഖം താഴ്ത്തി നിന്നു. നിന്നോട് മോശമായിട്ട് പെരുമാറിയതെല്ലാം ഓർത്തിട്ട് സങ്കടമുണ്ടോ അവൾക്ക്? അലീന പതിയെ തലയാട്ടി. അപ്പോൾ മേശപ്പുറത്തേക്ക് കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണു. അമ്മയും മകളും തമ്മിൽ അതിലോലവും അതേസമയം തന്നെ അതീവ ഗാഠവുമായ ഒരു ദൃഢബന്ധം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ഒരേ സമയം തന്നെ പട്ടുനൂൽ പോലെ നേർത്തതും ഉരുക്കുകമ്പി പോലെ മുറുകിയതും, ഒരേ സമയം തന്നെ സ്നേഹാനുഭൂതികളിൽ ആനന്ദപൂരിതവും നഷ്ടബോധത്താൽ അത്യന്തം സങ്കടപൂർണവും. സ്റ്റാൻലി ആ വേദനയിലൂടെയും സന്തോഷത്തിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അതിനാൽ അയാൾക്ക് അത് തിരിച്ചറിയാം. നീ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കട്ടെ. 25 വർഷം മുൻപത്തെ ആഗ്രയല്ല ഇന്നുള്ളത്. എന്നാലും താജ്മഹൽ ഇന്നും താജ്മഹൽ തന്നെ. എനിക്കവിടെ ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഞാൻ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് അവിടെ വേണ്ട സൗകര്യം ചെയ്തു തരാൻ അവർക്ക് കഴിയുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്യാം. അലീന നനഞ്ഞ കൺപീലികളോടെ അയാളെ നോക്കി പുഞ്ചിരി തൂകി. എനിക്കറിയായിരുന്നു പപ്പ സമ്മതിക്കുമെന്ന്. താങ്ക് യു പപ്പ. ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല, ആലോചിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത്രയും മതി പപ്പായെ. പപ്പ ആലോചിക്കുമ്പോൾ എല്ലാം ശരിയായി വന്നോളും. അവൾ പപ്പയുടെ നേർക്ക് കൈ നീട്ടി. അത് യാത്ര പറയാനുള്ള ഷേക്കാൻഡാണ്. സ്റ്റാൻലിക്ക് അവൾ പോകുന്നതിൽ വല്ലായ്മയുണ്ടായിരുന്നു. പക്ഷേ മറുവശത്ത് അവളുടെ അമ്മയുണ്ടെന്നുള്ള ഓർമ്മ അയാളുടെ വിഷാദത്തെ മായ്ച്ചു കളഞ്ഞു. തനിക്കും വൈജയന്തിക്കും ഇടയിൽ തടസ്സങ്ങളുടേതായ ഒരു നദിയുണ്ട്. എങ്കിലും തങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു നൂൽപാലവുമുണ്ട്. തന്റെ മകൾ അതിലൂടെ നടന്ന് അക്കരെയുള്ള അമ്മയുടെ അടുത്ത് എത്തിച്ചേരുന്നു. അവിടെ നിന്നും വീണ്ടും പുറപ്പെട്ട് നദിക്ക് ഇക്കരെ തന്റെ അടുത്തും വന്നണയുന്നു. ഇപ്പോൾ അയാൾക്ക് തന്റെ മനസ്സിൽ ആ നദിയും പാലവും അക്കരെ നോക്കി നിൽക്കുന്ന വൈജയന്തിയും കാണാൻ കഴിയുന്നുണ്ട്. വലിയ ദൂരമൊന്നുമില്ല. അലീനയ്ക്ക് ഷേഹാൻഡ് നൽകിയിട്ട് സ്റ്റാൻലി ചോദിച്ചു, ഇന്ന് തന്നെ പോകണമെന്ന് തീർച്ചപ്പെടുത്തിയോ? പോണം പപ്പ. ബജുവിനോട് പറയാം കൊണ്ടുവിടാൻ. പപ്പ ഇങ്ങനെ പറയാൻ നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. ആ പെട്രോളിന്റെ പൈസ ഇങ്ങ് തന്നേക്ക് പപ്പായെ. ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം. വാങ്ങിക്കുന്നു എന്റെ കയ്യിന്ന്. സ്റ്റാൻലി അവളെ തല്ലാൻ കയ്യോങ്ങി. അയാൾ അവളെ ജീപ്പിൽ കയറ്റി കുളത്തൂപ്പുഴ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു. ദാ പെട്രോളിന്റെ പൈസ. അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. സ്നേഹനികേതനിൽ അടുക്കളയിൽ കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നു. നാളത്തേക്ക് ഇഡലിക്കുള്ള മാവ് ഗ്രൈൻഡറിൽ അരച്ചെടുക്കണം. സാമ്പാറിനുള്ള പച്ചക്കറികൾ കഴുകി നുറുക്കി വയ്ക്കണം. അത്താഴം കഴിച്ച പാത്രങ്ങൾ കഴുകി വയ്ക്കണം. അടുക്കള വൃത്തിയാക്കണം.
അങ്ങനെ പലതും. അലീന യാത്ര കഴിഞ്ഞ് വന്നതിനാൽ രേവതിക്കുട്ടി ഒന്നിലും അവളെ പങ്കെടുപ്പിച്ചില്ല. അലീന ചേച്ചി ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് ഒന്നിലും കൈയിട്ട് വാരണ്ട. ഇന്നൊരു ദിവസം ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾക്ക് വിശ്രമം അനുവദിച്ചു. രേവതിക്കുട്ടിയും കുട്ടിയമ്മയും സിന്ധുവും വൈജയന്തിയും കൂടിയാണ് ജോലിയെല്ലാം തീർക്കുന്നത്. അലീന കുളിച്ചു വന്ന് മുടി വിതർത്തിട്ട് ഫാനിനു കീഴിൽ അല്പനേരം നിന്നു. പിന്നെ റൂമിന്റെ വാതിക്കൽ വന്ന് കാത്തു നിൽപ്പായി. അവളുടെ കണ്ണുകളിൽ അക്ഷമ നിറഞ്ഞു നിന്നു. ഒടുവിൽ രേവതിക്കുട്ടി വൈജയന്തിയോട് പറഞ്ഞു, ഇനി അമ്മ പോയി കിടന്നോ. അവിടെ കെട്ടിയിട്ട ആട്ടിൻകുട്ടിയുടെ മാതിരി ഒരുത്തി ഇങ്ങോട്ട് തന്നെ നോക്കി നിൽപ്പ. മേന്ന് കിടന്ന് അലയ്ക്കുന്നില്ലെന്ന് മാത്രം. അത് കേട്ട് സിന്ധുവും കുട്ടിയമ്മയും ചിരിച്ചു. വൈജയന്തി ഒരു പുഞ്ചിരി നുണഞ്ഞുകൊണ്ട് കൈ കഴുകി തുടച്ചു. അമ്മ മുറിയുടെ നേർക്ക് വരുന്നത് കണ്ട് അലീന പായും കോസടികളും ഷീറ്റും വിരിച്ചു. ഇപ്പോൾ നിരത്തി വിരിച്ചാണ് രണ്ടുപേരുടെയും കിടപ്പ്. കട്ടിൽ മുറിയിൽ നിന്ന് മാറ്റിയതിനാൽ ധാരാളം സ്ഥലമുണ്ട്. വൈജയന്തി മുറിയിൽ കടന്നതും അലീന വാതിലടച്ചു. വൈജയന്തി ഷീറ്റിനു മീതെ ഇരുന്നു. ഇനി മൗനപ്രാർത്ഥനയാണ്. അത് 15 മിനിറ്റോളം നീളും. അലീനയും ആ സമയം കണ്ണുകളടച്ച് ധ്യാനത്തിൽ മുഴുകും. ലൈറ്റ് അണച്ച് കിടന്നു കഴിഞ്ഞാൽ ഇരുമ്പും കാന്തവും പോലെയാണ് അമ്മയും മകളും. അലീന ഉറുമ്പടക്കം ഒരു കെട്ടിപ്പിടുത്തം. പിടിച്ചു കളഞ്ഞാൽ ചെറുവെല്ലനക്കാൻ പോലും പറ്റാത്ത വിധത്തിലാകും വൈജയന്തി. ലാളനകളുടെയും ഉമ്മകളുടെയും കൂടെ രണ്ടുപേരുടെയും കണ്ണീരുപ്പ് കൂടി ഇടകലരും. ചില നേരങ്ങളിൽ തീ പിടിച്ച പോലൊരു സ്നേഹമാണത്. ചില നേരങ്ങളിൽ നിലാമഴ നനയുന്നത് പോലെ. ശൈശവത്തിലും ബാല്യത്തിലും ഒന്നും അലീനയ്ക്ക് കിട്ടാതിരുന്ന സ്നേഹലാളനകളുടെ താരാട്ട് കേട്ട് കണ്ണീരിൽ നനഞ്ഞ തൂവൽ പോലെ അലീന വൈജയന്തിയുടെ നെഞ്ചിൽ ഒരു നിർവൃതി പൈതലായി പറ്റിച്ചേർന്ന് കിടക്കും. അവർക്കിടെ എല്ലാ മൗനത്തിനും വാക്കുകളെക്കാൾ അർത്ഥമുണ്ടായിരുന്നു. ചില മൗനങ്ങൾ അഗാധവും അതിദീർഘവുമായിരിക്കും. അങ്ങനെ ആലിംഗനബദ്ധരെ കിടക്കവേ ചിലപ്പോൾ അമർത്തിപ്പിടിച്ച തേങ്ങലുകൾക്ക് ശേഷം അമ്മ നിശബ്ദയാകുമ്പോൾ അലീന സങ്കല്പിക്കാൻ ശ്രമിക്കും, അമ്മയുടെ മനസ്സിലൂടെ ഇപ്പോൾ എന്തൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. കടപ്പാട്ടൂരെ വീട്ടിൽ ചെന്ന് വേലക്കാരിയെ താൻ മാസങ്ങൾ താമസിച്ചിട്ടും സ്വന്തം മകളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയാണോ? കഠിനമായി ജോലി ചെയ്യിച്ചും പരിഹസിച്ചും കുറ്റപ്പെടുത്തിയും ദേഷ്യപ്പെട്ടും പല വിധത്തിൽ തെറ്റിദ്ധരിച്ചും മകളെ ദ്രോഹിച്ചതിന്റെ പശ്ചാത്താപമാണോ? അച്ഛനുമായി തന്റെ പേര് ചേർത്ത് അപവാദം മെനഞ്ഞതിന്റെ നീറുന്ന സങ്കടമാണോ? 25 വർഷവും താൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നറിയാതെ പോയതിന്റെ ആത്മനൊമ്പരമാണോ? ഓർക്കാപ്പുറത്താണ് ഉരുൾപൊട്ടൽ പോലെ ഒരു കരച്ചിൽ വരുന്നത്. അലീന ഉറക്കം ഞെട്ടി ഉണരുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ തേങ്ങൽ പക്ഷികൾ ചിറകടിക്കുന്നുണ്ടാകും. ശക്തമായ ഒരാലിംഗനത്തിൽ, അമ്മ എന്ന വിളിയിൽ, ഒരൊറ്റ ഉമ്മയിൽ എല്ലാം അടങ്ങും. സങ്കടമേറുമ്പോൾ അലീനയുടെ നെഞ്ചിൽ കിടക്കുന്ന കൈക്കുഞ്ഞാണ് വൈജയന്തി. ഒരു രാത്രിയിൽ അലീന ഉണർന്നു നോക്കുമ്പോൾ അമ്മ അവളുടെ ശിരസ് കൈത്തണ്ടിയിൽ എടുത്തു വെച്ച് മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അരികിൽ ഒരു മെഴുകുതിരി കൊളുത്തി വച്ചിരിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ അമ്മയുടെ കവിളിൽ ഒരു ചാൽ വെള്ളിനൂൽ പോലെ തിളങ്ങി നിന്നു. അലീന കൈ ഉയർത്തി അമ്മയുടെ കവിളിൽ തലോടി. അമ്മ അവളുടെ മുഖത്തേക്ക് മുഖമണച്ച് ദീർഘനിശ്വാസത്തോടെ കിടന്നു. ചിലപ്പോൾ പാതിയുറക്കത്തിൽ അലീനയുടെ മുഖം വൈജയന്തിയുടെ മാറിടത്തിൽ ശിശുസഹജമായ ഒരന്തച്ചോദനയിൽ എന്തോ തിരിയുന്നതായി വൈജയന്തിക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ വൈജയന്തി അവളുടെ മുഖം തന്റെ മാറിലേക്ക് ഒന്നുകൂടി അമർത്തിപ്പിടിക്കും. അമ്മിഞ്ഞപ്പാലിനു പകരം ദയനീയമായ ഒരു കരച്ചിലാണ് നെഞ്ചിൽ നിന്ന് ചുരന്നു വരുന്നത്. വാർന്നു വീഴുന്നത് കണ്ണീരും. ഇന്ന് സുദീർഘമായ ഒരു മൗനത്തിൽ ലോകത്തിലെ സകല ഭാഷകളിലെയും സ്നേഹപദങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ആഴമേറിയ വാചാലതയിൽ മുഴുകി ആലിംഗനബദ്ധരായി കിടക്കവേ അലീന സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ചോദിച്ചു, അമ്മ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമോ? ആ മൂളലിൽ എങ്ങോട്ടെന്ന ചോദ്യവും ലോകത്തിന്റെ ഏതറ്റത്തേക്കും കൊണ്ടുപോകാമെന്ന ഉത്തരവും എല്ലാം ഉണ്ട്. ആഗ്രയിൽ, അലീന പതിയെ പറഞ്ഞു. അവളെ വലയം ചെയ്തിരുന്ന വൈജയന്തിയുടെ വലതുകരം ക്രമേണ മുറുകി മുറുകി വന്നു. ഏതോ സ്നേഹസ്മരണയുടെ നദിക്കരിയിൽ വെച്ച് വൈജയന്തി മകളുടെ നെറുകയിൽ മുകർന്നു. ഇനി നമ്മൾ കാണുന്നത് കടപ്പാട്ടൂര് വീടാണ്. ബാലചന്ദ്രൻ മുഖം തിരിച്ച് വൈജയന്തിയെ നോക്കി 2 നിമിഷം ഇരുന്നു. അവൾ തന്റെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണെങ്കിൽ പോലും തങ്ങൾക്കിടയിൽ സുതാര്യമായ ഒരു മഞ്ഞുഭിത്തിയുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. അതിനപ്പുറത്ത് ഐഹികമായ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് ഞാനെന്ന അഹംഭാവം തീർത്തും ഉപേക്ഷിച്ച് ദാസ്യവൃത്തി സ്വീകരിച്ച സന്യാസിനെ പോലെയാണ് അവളുടെ നിൽപ്പ്. ഒരു അഗ്നിപർവ്വതം തണുത്തുറഞ്ഞ് മൃതമായി തീർന്നതുപോലെ. അനുവാദം ചോദിക്കലിന്റെയോ അത് നൽകുന്നതിന്റെയോ ആവശ്യകത തീരെയില്ല. അത് ഔപചാരികവും
ധാർമ്മികവുമായ ഒരു കടമ മാത്രം. കഴിഞ്ഞ 23 വർഷവും തന്നോട് നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ഈ സ്ത്രീയുടെ സാമീപ്യം എല്ലായ്പ്പോഴും തനിക്ക് അനുഭവപ്പെട്ടിരുന്നുവെന്ന് അയാൾ ഓർത്തു. ഇപ്പോൾ എത്രയടുത്ത് വന്നിട്ടും അത് അനുഭവപ്പെടുന്നില്ല. ഒരു ചെറു ചലനമോ ഒരു തരംഗമോ പോലും മനസ്സിലുണ്ടാവുന്നില്ല. അതൊരു നിശ്ചല ജലാശയം പോലെ തണുത്തു കിടക്കുന്നു. അയാളുടെ ഹൃദയതാപം അടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി ഒന്നുമില്ല. വെറുപ്പ്, വിദ്വേഷം, അമർഷം, അഭിനിവേശം, ഒന്നും. കഴിഞ്ഞ 23 വർഷവും ഈ സ്ത്രീ തന്നെ സ്നേഹിച്ചിരുന്നില്ല എന്ന സത്യം അയാളുടെ മനസ്സിൽ തുരുമ്പിച്ചു കിടപ്പുണ്ട്. താനായിരുന്നില്ല അവളുടെ പുരുഷൻ. ആ കാലഘട്ടം പോയി മറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനി തിരിച്ചു വരില്ല. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഒരു ശൂന്യത മാത്രം. വൈജയന്തി നോക്കുമ്പോഴും അതുതന്നെയായിരിക്കാം കാണുക എന്നും അയാൾ ഓർത്തു. ആ നഷ്ടത്തിനു പകരം വയ്ക്കാൻ ഒന്നുമില്ല. ശേഷിച്ച ജീവിതമോ എന്ന് ഗോവർദ്ധൻ ഒരു ദിവസം ചോദിച്ചത് ബാലചന്ദ്രൻ ഓർത്തു. ശേഷിച്ച ജീവിതമെന്നാൽ അത് ശേഷിച്ച ജീവിതം തന്നെയാണ്. അത് മറ്റൊന്നിനും പകരമാകുന്നില്ല. നഷ്ടപ്പെട്ടുപോയ 23 വർഷവും സ്വന്തം ജീവിതത്തിന്റെ നായകസ്ഥാനവും അതിന്റെ അധികാരാവകാശങ്ങളും സ്നേഹാഭിലാഷങ്ങളും വികാരപരമായ ആനന്ദമൂർച്ചകളും ഒന്നും അതേപടി ചുമന്നുകൊണ്ടുവന്ന് ഇപ്പുറത്ത് പുനഃപ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല. ആകെ കൂടി അയാൾ കണക്കുകൂട്ടി നോക്കിയത് ഇത്ര മാത്രമായിരുന്നു. വൈജയന്തിയോട് തനിക്ക് കാലുഷ്യമുണ്ടോ? അല്പമെങ്കിലും. ഇല്ല എന്ന് അയാൾക്ക് ഉത്തരം കിട്ടി. തന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് ഒരന്യനെപ്പള്ളി നോക്കുമ്പോൾ അല്പം സഹതാപമുണ്ട് എന്നും അയാൾ കണ്ടെത്തി. അവളുടെ മനസ്സിലെ ശൂന്യതയും നികത്താനാവാത്തതാണ്. അവൾക്ക് നഷ്ടപ്പെട്ട ജീവിതവും ഒരിക്കലും വീണ്ടെടുക്കാനാവാത്തതാണ്. എവിടെയോ സംവിധാനം ചെയ്യപ്പെട്ട നാടകം റിഹേഴ്സലുകളില്ലാതെ അഭിനയിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ട അഭിനേതാക്കൾ മാത്രമാണ് തങ്ങളെന്ന് അയാൾക്ക് തോന്നി. പിന്തിരിഞ്ഞ് തന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ ഒരുതരം ആത്മനിന്ദ. നീ ആരായിരുന്നു ബാലചന്ദ്ര മേനോൻ? നീ എന്തെങ്കിലും നേടിയോ? എവിടെയെങ്കിലും എത്തിയോ? നീ ഈ ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും എന്തിനു വേണ്ടിയായിരുന്നു? പാഴായും ശൂന്യമായും കിടക്കുന്ന ഒരു മരുപ്രദേശം. അങ്ങിങ്ങ് ചില പച്ചപ്പുകൾ, ചില ഒറ്റയടിപ്പാതകൾ, വഴികൾ കൂട്ടിമുട്ടുന്ന ചില സ്ഥലങ്ങളിൽ ആരുടെയൊക്കെയോ കാലടിപ്പാടുകൾ. എന്നിരുന്നാലും ഈ മരുപ്രദേശത്ത് തുടക്കം മുതൽ ഞെളിഞ്ഞു കിടക്കുന്നത് രണ്ടേ രണ്ട് കാൽപ്പാടുകൾ. അവ ഏകാന്തമാണ്. ഒരു കാൽപ്പാടിൽ നിന്നും അകന്നാണ് അടുത്തത്. രണ്ടും തൻ്റേത് തന്നെ. അത്രേയുള്ളൂ ഇതുവരെയുള്ള ജീവിതം. ഞാൻ പൊയ്ക്കോട്ടെ വാലേട്ടാ? വൈജയന്തിയുടെ ചോദ്യം വീണ്ടും വന്നു. അലീനയും കുട്ടി ആഗ്രയ്ക്ക് പോകാനുള്ള അനുവാദം തേടി വന്നതാണ് അവൾ. ഓർമ്മയിൽ നിന്ന് മുക്തനായതുപോലെ അയാൾ വീണ്ടും അവളെ നോക്കി. ശരി, അത്രമാത്രം പറഞ്ഞു. അതിൽ കൂടുതൽ വൈജയന്തി പ്രതീക്ഷിച്ചുമില്ല. അവൾ പിന്തിരിഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബബിത ഊണുമുറിയിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ സമ്മതിച്ചോ? ഇന്ന് തന്നെ പോണമെന്ന് നിർബന്ധമാണോ അമ്മയ്ക്ക്? പോണം. അമ്മ ഇനി ഒരിക്കലും ഈ വീട്ടിൽ താമസിക്കില്ലേ? ബബിത ചോദിച്ചു. ഉവെന്നോ ഇല്ലെന്നോ വൈജയന്തി മറുപടി പറഞ്ഞില്ല. അവളുടെ ചുമലിൽ കൈവച്ച് മുഖത്തേക്ക് നോക്കി നിമിഷങ്ങളോളം നിന്നു. പിന്നെ മെല്ലെ അവളെ ആലിംഗനം ചെയ്ത് പുറത്ത് തലോടി. ബബിതയ്ക്ക് അമ്മയുടെ തോളിൽ കിടന്ന് ഒരു കുഞ്ഞിനെ പോലെ കരയണമെന്ന് തോന്നി. അമ്മയുടെ കൈകൾ ഊഷ്മളമായിരുന്നു. അമ്മയുടെ ഹൃദയമിടിപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു. അമ്മ അവളുടെ നെറ്റിയിലും മൂർധാവിലും ഉമ്മ വെച്ചു. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ രക്തക്കുഴലിലൂടെയും സ്നേഹമൊഴുകിവന്ന് തന്റെ രക്തക്കുഴലുകളിലേക്ക് പ്രവേശിക്കുന്നതും തന്റെ രക്തവുമായി ഇടകലർന്ന് അത് ഹൃദയത്തിലേക്ക് കുതിക്കുന്നതും അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. സവിശേഷമായ ആ അനുഭൂതി ഇതിനു മുൻപൊരിക്കലും അവൾക്ക് കിട്ടിയിരുന്നില്ല. അമ്മ ഇപ്പോഴാണ് തന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് അവൾക്ക് തോന്നി. രാവിലെ 9 മണിക്ക് വന്നതാണ് അമ്മ. അപ്പോൾ മുതൽ 1:30 മണിവരെ ഒട്ടും വിശ്രമമില്ലാതെ പണിയെടുക്കുകയായിരുന്നു. ബബിത നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ അടുത്തയാഴ്ചത്തേക്കോ മാറ്റിവെച്ച ജോലിയെല്ലാം വൈജയന്തി ചെയ്തു തീർത്തു. ഈ വീട് തനിക്ക് അന്യമല്ലെന്നും തന്റെ ഭർത്താവും മക്കളും വസിക്കുന്ന ഈ വീടിനോട് തനിക്ക് കരുതലും സ്നേഹവും ഉണ്ടെന്നുള്ള മൂകമായ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. കൃഷ്ണമോളുടെ എക്സാം കഴിഞ്ഞതിനാൽ അവളും നല്ല ചുറുചുറുക്കോടെ അമ്മയോടൊപ്പം നിന്ന് സഹായിച്ചു. അമ്മ രാവിലെ എത്തുന്നുണ്ടെന്ന് അലീന ചേച്ചി ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ മുതൽ അവൾ അമ്മയെ കാത്ത് വഴിക്കണ്ണുമായി ഇരിക്കുകയായിരുന്നു. തിരിച്ചു പോകുമ്പോൾ വൈജയന്തി കൃഷ്ണയെ കൂടി കൊണ്ടുപോകുന്നുണ്ട്. അനുവാദമെല്ലാം കൃഷ്ണ അച്ഛനോട് നേരത്തെ തന്നെ ചോദിച്ചു വാങ്ങിച്ചിരുന്നു. ഇത്തവണ അമ്മയോടൊപ്പം പോകുമ്പോൾ അവൾക്ക് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുണ്ട്. അലീനയോടൊപ്പം കുളത്തൂപ്പുഴ വീട്ടിൽ പോവുക. രോഹിത് നാളെയോ മറ്റന്നാളോ എത്തിച്ചേരുമ്പോൾ കഴക്കൂട്ടത്തേക്ക് പോകാനിരിക്കുകയാണ് ബബിതയും. അടുത്ത വർഷം മുതൽ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ചേരാനാണ് താല്പര്യം. 1-ാം വർഷം ഡിഗ്രിക്ക് പഠിച്ചതെല്ലാം അവൾ മറന്നു കഴിഞ്ഞിരുന്നു. കുറേയധികം ക്ലാസ് നഷ്ടപ്പെട്ടു. അതിനാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നില്ലെന്ന്
അവൾ തീരുമാനമെടുത്തിരുന്നു. ബാലചന്ദ്രനും കൃഷ്ണയും സിറ്റൗട്ടിൽ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. ഊണ് കഴിക്കാൻ വന്ന ബാലചന്ദ്രൻ ഊണും ചെറിയൊരു മയക്കവും കഴിഞ്ഞ് കടയിലേക്ക് തിരിച്ചു പോവുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു. അതിന്റെ ഇരമ്പൽ അകന്നകന്നു പോയി. കൃഷ്ണജ ഊണുമുറിയിലേക്ക് വന്നു. അമ്മേ, നമ്മൾ കാറിലല്ലേ പോണേ? അവൾ നല്ല ഉത്സാഹത്തിലാണ്. വൈജയന്തി തിരുവനന്തപുരത്ത് നിന്ന് കാറിലാണ് എത്തിയത്. ശ്രീകുമാറിന്റെ വീട്ടിൽ കൊണ്ടിട്ടിരുന്ന കാർ ഡ്രൈവ് ചെയ്ത് കൊണ്ട് വരികയായിരുന്നു. നമുക്ക് ബസ്സിൽ പോകാം, വൈജയന്തി പറഞ്ഞു. അപ്പോ കാറോ? മറുപടി പറയാതെ വൈജയന്തി അതിന്റെ കീച്ചൻ കൊണ്ടുവന്ന് ബബിതയെ ഏൽപ്പിച്ചു. ഇത് നീ വെച്ചോ, ഇനി ഇത് നിനക്കുള്ളതാ. ബബിത അന്തം വിട്ടു നിന്നു. കൃഷ്ണജ വിശ്വസിക്കാനാവാതെ വാ പൊളിച്ചു. ബബിതേച്ചിക്ക് കാറോ? രോഗിയേട്ടന് പോലുമില്ലല്ലോ. അവനൊരാണല്ലേ മോളെ. അമ്മേ, ഇതെനിക്ക് സ്വന്തമായിട്ട് തന്നതാണോ? ബബിതയുടെ അതിശയം തീർന്നില്ല. അതെ, നീ ഡ്രൈവിംഗ് പഠിച്ചതല്ലേ? കുളത്തൂപ്പുഴയിൽ താമസിച്ചിരുന്നപ്പോൾ സ്റ്റാൻലി പപ്പയും അലിനി ചേച്ചിയും കൂടി തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യം ബബിത അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈസൻസ് ഇല്ല. ലൈസൻസ് എടുക്കണം. അമ്മയ്ക്ക് വേണ്ട ഇത്? അവിടെ എനിക്ക് ആവശ്യം വരില്ല. പിന്നെ പെട്രോൾ അടിക്കുന്ന പൈസയുണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യം നടക്കും, വൈജയന്തി പറഞ്ഞു. അമ്മയ്ക്കും അലിനി ചേച്ചിയുടെ സ്വഭാവമായോ? സാധാരണ അമ്മയുടെ സ്വഭാവം മക്കൾക്കാ കിട്ടുന്നേ. ഇവിടെ മാത്രം നേരെ മറിച്ച. മോളുടെ സ്വഭാവം അമ്മയ്ക്ക്. ബബിത ഇത്തിരി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, ഇവൾക്ക് ആര് പെട്രോൾ അടിച്ചു കൊടുക്കും? ഇവളിത് മിസ്യൂസ് ചെയ്യുമോന്ന് ആർക്കറിയാം? ഒരു കാറ് സ്വന്തമായി കൊണ്ടു നടക്കാനുള്ള പ്രായമായോ ബബിതേച്ചിക്ക്? കൃഷ്ണജ തെല്ലു കുശുമ്പോടെ ചോദിച്ചു. ഈ വീട്ടിൽ അവൾക്കാ ആദ്യം പ്രായവും പക്വതയും വന്നത്. രോഹിത്തിനേക്കാളും മുൻപേ. അവളിനി ഒന്നും മിസ്യൂസ് ചെയ്യില്ലാന്ന് എല്ലാവർക്കും അറിയാം, വൈജയന്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അമ്മയുടെ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടി. അലിനി ചേച്ചിയുടെ കോഴ്സല്ലേ പഠിച്ചതും പാസ്സായതും. ഇനിയിപ്പോ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും, കൃഷ്ണജ കളിയാക്കി. വൈജയന്തിയും കൃഷ്ണയും പാലായിൽ നിന്നും കഴക്കൂട്ടത്തേക്ക് തിരിക്കുമ്പോഴേക്കും 3:30 മണിയായി. രോഗേട്ടൻ വരുമ്പോ ഞാനങ്ങ് എത്തിക്കോളാം, അവരെ യാത്രയയക്കവേ ബബിത പറഞ്ഞു. ബാംഗ്ലൂരിൽ രോഹിത്തിന്റെ ആദ്യത്തെ 2 സെമസ്റ്ററും പരീക്ഷയും കഴിഞ്ഞു. 1 മാസത്തെ അവധിക്ക് അവൻ വരുന്നുണ്ട്. രാത്രിക്ക് മുൻപ് കഴക്കൂട്ടത്തെത്താമെന്നായിരുന്നു വൈജയന്തിയുടെ കണക്കുകൂട്ടൽ. അവിടെ ഇന്ന് അലീനയ്ക്ക് നിന്നു തിരിയാൻ സമയം കിട്ടാത്തത്ര ജോലിയുണ്ടാവും. രേവതിക്കുട്ടിയും ഇല്ല സഹായത്തിന്. അവൾക്ക് ഡിഗ്രി 2ാം വർഷ പരീക്ഷ എഴുതാനുണ്ടായിരുന്നതിനാൽ സ്റ്റഡി ലീവ് പകുതി തീർന്നപ്പോഴേ മാമച്ചൻ വന്ന് വിളിച്ചുകൊണ്ടുപോയി. ഇനി പരീക്ഷ കഴിഞ്ഞേ വരൂ. അപ്പോഴേക്കും കുളത്തൂപ്പുഴയിൽ നിന്ന് ടാനിയയും വരും. സ്നേഹനികേതനത്തിൽ അപ്പോൾ എല്ലാ കാര്യവും ഭംഗിയായി നടത്താൻ ആളുണ്ടാവും. ഔതക്കുട്ടിച്ചായൻ, രേവതിക്കുട്ടി, ബബിത, ടാനിയ, കൃഷ്ണമോൾ എന്നിവർ. സ്നേഹനികേതൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് അലീനയും വൈജയന്തിയും കൂടി ആഗ്രയ്ക്ക് പോകുന്നത്. അവളുടെ പപ്പയും അമ്മയും സ്നേഹിച്ച് ജീവിച്ച ആ സ്ഥലം കാണുകയെന്നത് അവളുടെ സ്വകാര്യ സ്വപ്നമാണ്. അവിടെ എന്തിരിക്കുന്നു കാണാൻ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വപ്നഭൂമിയാണ്. ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം കാണാൻ പോകുന്നത്ര ആവേശവും ആഗ്രഹവുമുണ്ട് അവൾക്ക്. അവിടെ പണ്ടെന്നോ 2 ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയും സ്നേഹിക്കുകയും അവളുടെ ജനനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് അവൾ ഒഴുകി വന്നത്. യാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതും ആഗ്രയിലെത്തുമ്പോൾ വൈജയന്തിക്കും അലീനയ്ക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തതും സ്റ്റാൻലി ആയിരുന്നു. ആഗ്രയിൽ അയാൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് അത് എളുപ്പമായി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈജയന്തിയും അലീനയും യാത്രയാക്കാനും സ്റ്റാൻലി എത്തിയിരുന്നു. സ്റ്റാൻലി മാത്രമല്ല, രേവതിക്കുട്ടി, ബബിത, ടാനിയ, കൃഷ്ണജ, രോഹിത്ത്, ഔതക്കുട്ടിച്ചായൻ എന്നിവരും. ട്രെയിൻ പുറപ്പെട്ട ശേഷം സ്റ്റാൻലി അവരെയും കൊണ്ട് കഴക്കൂട്ടത്തേക്ക് തിരിച്ചു പോന്നു. അലീനയും വൈജയന്തിയും ഇല്ലാത്തപ്പോൾ രേവതിക്കുട്ടിയാണ് സ്നേഹനികേതനത്തിന്റെ സർവാധികാര്യസ്ഥ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പ്ലാനിട്ടിട്ട് അവൾ പറയും, ഞാനാണ് സീനിയർ മോസ്റ്റ്, പ്രോട്ടോകോൾ അനുസരിച്ച് പെരുമാറണ്ടേ. വെറുതെ തമാശ പറയുകയാണെന്ന് എല്ലാവർക്കും അറിയാം. കൃഷ്ണജ പോലും ഉത്സാഹത്തോടെ സ്നേഹനികേതനിൽ ജോലിയെടുത്തു. അലീനയോ വൈജയന്തിയോ ഇല്ലാത്തതിന്റെ കുറവ് അവിടെ ഉണ്ടാകരുതെന്ന് അവർ തീരുമാനിച്ചിരുന്നു. ഔതക്കുട്ടിച്ചായൻ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും വിട്ടുപോയത് ഓർമ്മിപ്പിച്ചുകൊണ്ടും കാരണവരായി നിലകൊണ്ടു. സ്റ്റാൻലി നിത്യവും സ്നേഹനികേതനിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു പോയിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും അലീനയുടെ ഫോൺ കോളും അന്നത്തെ യാത്രകളുടെയും കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും കമന്ററിയും കിട്ടിക്കഴിഞ്ഞ് ബബിതയും രേവതിക്കുട്ടിയും ടാനിയും ഉറങ്ങാൻ കിടക്കുമായിരുന്നുള്ളൂ. സ്റ്റാൻലിയെ മാത്രം അലീന എന്നും രാവിലെയാണ് വിളിക്കുക. ആകെ 10 ദിവസത്തെ യാത്രാ പരിപാടിയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. മടക്കി യാത്രയ്ക്കുള്ള ടിക്കറ്റും മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം.
ബൈ.